കമ്പനി ബോർഡ് LGSന് വേണ്ടി ഡെയിലി 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് സ്വയം തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 216, 72, 30 ഇവയുടെ ഉസാഗ കാണുക. ഉസാഗ എന്നാൽ HCF ഹയസ്റ്റ് കോമൺ. ഇവിടെ ചെയ്യാവുന്നത് ഫാക്ടറൈസ് ചെയ്യാം. 216, 72, 30 എന്ന് എഴുതിയിട്ട് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ആദ്യത്തെ അഭാജ്യ സംഖ്യയായിട്ടുള്ള 2 തന്നെ ആരംഭിക്കാം. 216ൻ്റെ പകുതി 10, 8. 72ൻ്റെ പകുതി 36, 15. 30ൻ്റെ പകുതി 15. ഇവിടെ നമുക്ക് LCMും HCFൻ്റെയും LCM ഉണ്ട് വേറൊരു കേസ്, അതിൻ്റെയും HCFൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ഇവിടെ 108 2 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. 36 2 കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 15 3 അല്ലെങ്കിൽ 5 എഴുതണം. പക്ഷേ HCF കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ 2 എണ്ണത്തിൽ മാത്രമുള്ളത് പോരാ, 3 എണ്ണത്തിലും ഏതൊക്കെ സംഖ്യകളുടെ HCF ആണോ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ 3ലും ഉൾക്കൊള്ളുന്ന ഘടകം വെച്ച് വേണം നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇവിടെ 2 എടുത്തത് എന്താ, ഈ എഴുതിയിരിക്കുന്ന 3ലും 2 അടങ്ങിയിട്ടുണ്ട്. 2 × 15, 36 × 2, 108 × 2. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 108ൽ 2 ഉണ്ട്, 36ൽ 2 ഉണ്ട്, 15ൽ 2 ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഫാക്ടറായ 3 നോക്കാം. 3 × 12, 36ൽ 12 ഉണ്ട്. ഇത് നോക്കാം. 3 9ൽ ഒരു തവണ ശിഷ്ടം 1 6, 36 × 3. അപ്പോൾ 3ൽ നമുക്ക് 3 കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുകയാണ്. 108ൽ 36 വന്നു, 36 12, 5 വന്നു. ഇവിടെ നോക്കാം. 36ൽ 3 ഉണ്ട്, 12ൽ 2 ഉണ്ട്, പക്ഷേ 5ൽ 3 ഇല്ല, 2 ഇല്ല. ആകെയുള്ളത് 5 × 1 മാത്രമാണ്. ആ 5 ആണെങ്കിലോ ഇവിടെയുമില്ല, ഇവിടെയുമില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിലായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 അതായത് 36 × 1, 12 × 1, 5 × 1. ഇവിടെ 1. 1ന് നമുക്ക് HCF എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫാക്ടറൈസ് ചെയ്താലും അത് തന്നെ വരുള്ളൂ. അതായത് ഉദ്ദേശിച്ചത് ഇവിടെ 1 ഞാൻ എഴുതിയാൽ 36, 12, 5 തന്നെ വരും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 1 എടുത്താലും ഇല്ലെങ്കിലും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ HCFനായിട്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം ഘടകക്രിയ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ സൈഡിലുള്ളത് മാത്രം എടുക്കുക. നമ്മൾ LCM കാണുമ്പോൾ എന്താ ചെയ്യുക, ഇത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ HCF ആണെങ്കിൽ ഇത് മാത്രം എടുത്താൽ മതി. ഇതാണ് HCFൻ്റെയും LCMൻ്റെയും ഫാക്ടറൈസേഷൻ ഘടകക്രിയ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഒന്ന് മാത്രം ആലോചിച്ചിരിക്കുക, 3 സംഖ്യകളിലും കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് വെച്ച് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 2 × 3 6, ഈ 2 × 3 6 HCF C. HCFൻ്റെ കോൺസെപ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 30 ഉണ്ട്, 72 ഉണ്ട്, 216 ഉണ്ട്. ഈ 3 സംഖ്യകളിൽ ചില സാഹചര്യങ്ങളിൽ ഈ ചെറിയ സംഖ്യയാകാം HCF, അല്ലാത്ത സാഹചര്യങ്ങളിൽ അതിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും. അതായത് എവിടെയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 30നേക്കാൾ ചെറിയ വാല്യൂ. ഇവിടെ ഇപ്പോൾ 6 വന്നു HCF. പക്ഷേ LCM കാണുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഖ്യയായിരിക്കും LCM വരുന്നത്. എയ്തർ ഒന്നില്ലെങ്കിൽ ഈ ഏറ്റവും വലിയ സംഖ്യ വരും, അല്ലെങ്കിൽ ഈ നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ശ്രേണിയിൽ എവിടെയെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും LCM വരുന്നത്. HCF എപ്പോഴും മുന്നിലായിരിക്കും, LCM എപ്പോഴും ആ സംഖ്യ കഴിഞ്ഞിട്ടോ ആ സംഖ്യയോ ആയിരിക്കും, അതായത് ഏറ്റവും വലുത്. കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ആ ഐഡിയ കിട്ടും. ഈസിയാണ്. പ്രോബ്ലം ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് LCM HCF കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. LCM എന്താണെന്നൊന്നും കൂടി വ്യക്തമാക്കാനായിട്ട് നമുക്ക് ഈ തന്ന സംഖ്യകളുടെ തന്നെ
LCM കണ്ടു നോക്കാം. LCM കാണുകയാണ്. 2 കൊച്ച് തുടങ്ങി 216, 108, 36, 15 എന്ന് എഴുതി വീണ്ടും 2 കൊണ്ട് ചെയ്യുകയാണ്. ഇവിടെ 2 ഇല്ലെങ്കിലും 15, 2 ഇല്ലെങ്കിലും നമ്മൾ 2 വെച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. 54, 18, 15 വീണ്ടും 2 വെച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. 15-ൽ 2 ഇല്ലെങ്കിലും 2 വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. 27, 9, 15 പിന്നെ 3 കടന്നു. 3-ൽ 9 തവണ, 3 തവണ, 5 തവണ വീണ്ടും 3 വെച്ച് ചെയ്യുന്നു. 3, 1, 5 അടിയിലെ എല്ലാം നോക്കിയ പ്രൈം നമ്പേഴ്സ് ആയില്ലേ, അവിടെ വെച്ച് നമുക്ക് നിർത്താം LCM കാണാൻ. എന്നിട്ട് ഗുണിച്ച് നോക്കാം. അതായത് LCM കാണാൻ ഇത് എല്ലാം കൂടി ഗുണിക്കണം. ഈ വശത്തിലുള്ളതും ഇത് ഫുള്ള് ഗുണിച്ചാലേ LCM കിട്ടൂ. അപ്പോൾ നോക്കാം. 3 2കൾ 2 × 2 × 2 പിന്നെ 3 3 3 × 3 × 3 ഒരു 5. ഈ 5ഉം ഈ 2ഉം ഞാൻ എടുത്തിട്ട് 2 × 5 10 എന്ന് എഴുതി. എന്നിട്ട് ബാക്കി 2 × 2 4 പിന്നെ ഒരു 3 ഉണ്ട്. 3 27. 3ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27. ഇനി ഇത് ചെയ്യാം. 27 × 4 എന്ന് പറയുമ്പോൾ 108 വരുന്നു. 108ൻ്റെ ഒപ്പം ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ 1080 LCM. LCM 1080. HCF എന്ന് പറയുന്നത് 6 ഈ 2 എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവും. മനസ്സിലാക്കി വെക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സെത്ര? ഇവിടെ റിയയുടെയും ദിയയുടെയും, റിയയുടെ 6 എന്നും എടുത്തു, ദിയയുടെ D എന്നും എടുത്ത്, അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4. ഇവിടെ ശരിക്കും വ്യത്യാസമാണ്. വ്യത്യാസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതിൽ നിന്ന് ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് പറഞ്ഞിട്ടില്ല. വ്യത്യാസം. നമ്മളൊരു അസംഷനിൽ റിയ ആയിരിക്കും വലിയ വയസ്സുള്ള ആളെന്ന് പറഞ്ഞെടുത്തു. നോക്കാം. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങ്, ദിയയുടെ D, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 × D 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ്. അപ്പോൾ റിയയാണ് വലുത്. അതായത് റിയയുടെ 3 മടങ്ങിനേക്കാൾ 1 കൂട്ടിയാലേ റിയയുടെ വയസ്സുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതിയത് ശരിയാണ്. 6 വലുത്. ഇപ്പോൾ 2 ഇക്വേഷൻ ആയില്ലേ. ഈ വലിയ ഇക്വേഷനിൽ ഇവിടെ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. 3D + 1 എന്ന് പറയുന്നത് 6. ഇവിടെ 6 ഒറ്റക്ക് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 6-നൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ഈ -D ഉണ്ടല്ലോ, ഈ -Dയെ അങ്ങോട്ട് കൊണ്ടുപോകാം. -D അങ്ങോട്ട് കൊണ്ടുപോയാൽ 6 എന്ന് പറയുന്നത് 4 + D ആകുന്നു. ഈ 6ൻ്റെ വാല്യൂ 4 + D ആണെങ്കിൽ ഇതെടുത്ത് ഞാൻ ഇവിടെ കൊടുക്കും. 6ൻ്റെ സ്ഥാനത്ത് 4 + D എന്ന് കൊടുക്കും. അതായത് 3D + 1 എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 6ൻ്റെ സ്ഥാനത്ത് ഞാൻ 4 + D എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാം D മാത്രമുള്ള അൺനോൺ, ബാക്കിയെല്ലാം നമുക്ക് സംഖ്യകളാണ്. അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. ഈ 3Dനോട് ഇവിടുത്തെ +D വന്നിട്ടുണ്ടെങ്കിൽ -D ആകും. 3D - D എന്ന് പറയുന്നത് ഈ 4 അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു +1 ഉണ്ട്, അതിനങ്ങോട്ട് കൊണ്ടുപോയാൽ -1. അപ്പോൾ 3Dയിൽ നിന്ന് 1D പോയാൽ 2D ആകുന്നു. 4ൽ നിന്ന് 1 പോയാൽ 3 ആകുന്നു. D എന്ന് പറയുന്നത് 3/2 അഥവാ 1.5 ആയി. അതായത് ദിയയുടെ വയസ്സ് 1.5 വയസ്സാണ്. 1.5 എന്ന് എഴുതാം. ഇനി നമുക്ക് റിയയുടെ വയസ്സ് കാണാം. റിയയുടെ വയസ്സ് കാണാനായിട്ട് ഇത് നോക്കുക. 6 എന്ന് പറയുന്നത് എത്രയാണ്? 4 + ദിയയുടെ വയസ്സായ 1.5, അതായത് 4ഉം 1ഉം 5.5 വയസ്സാണ്. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ നോക്കിയാൽ 5ഉം 1.5യും ചേർന്നാൽ 5.5, 1ഉം 1.5യും ചേർന്നാൽ 1.5. അത് തന്നെയാണ് ഇവിടെ എഴുതിയാക്കുന്നത്. വേണമെങ്കിൽ മറ്റേ ഫോമിലിട്ട് എഴുതാൻ നമുക്ക് 3.5നെ ഹരിക്കാം. 3ൽ 1 തവണ ശിഷ്ടം 1, 1/2 എന്ന് എഴുതാം. ഇതിനെ
5 1/2 എന്ന് എഴുതാം. എല്ലാം സെയിം ആണ്. അടുത്ത ചോദ്യം നോക്കാം. 5 പവർ എക്സ് എന്ന് പറയുന്നത് 125 ആയാൽ എക്സ് എത്ര? ക്യൂബുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. 5ൻ്റെ ക്യൂബാണ് 125 എന്നറിയാം. അതായത് 5 × 5 × 5 ആണ് 125. അപ്പോൾ 5ൻ്റെ പവർ എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ടാൽ 125 വരുന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3. ഓപ്ഷൻ ബി ആണ്. ക്യൂബുകൾ പഠിച്ചിരിക്കുക. ഇത് കണ്ടോ, 5ൻ്റെ ക്യൂബ് 125 ആണ്. ഒരു 12 വരെയുള്ള ക്യൂബ് എന്തായാലും പഠിച്ചു വെക്കുക. ഡെയിലി ക്യൂബ് എഴുതി വെച്ചാക്കുന്നതിൽ കൂടെ കണ്ണോടിക്കുക. ഓരോന്നിൻ്റെ നമ്പർ പറഞ്ഞിട്ട് അതിൻ്റെ ക്യൂബ് മൈൻഡിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ കിലോമീറ്റർ എത്ര? അതിന് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംടൈംസ് നമ്മുടെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കി ഡയറക്ഷൻ കൊടുക്കാം. മൈൻഡിൽ ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കിഴക്കും പടിഞ്ഞാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു മാർക്ക് പോവും. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിൽക്കുന്ന സ്ഥലം ഇതാണെങ്കിൽ തെക്കോട്ട് അടിയിലോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്നും പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം? 3 4 കാണുമ്പോൾ തന്നെ നമുക്കറിയാം 3 4 5 ആണ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്. അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 4 3 ആണെങ്കിൽ മൂന്നാമത്തെ വശമായ കർണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇതറിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്യാം. എന്താ ഈ ഹൈപ്പോട്ടിന്യൂസ് അതാ കർണം എന്ന് പറയുന്നത് √ ഒരു വശത്തിൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത വശത്തിൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ √ 9 + 16 √25 = 5 ആണ്. ഓപ്ഷൻ സി ട്രിപ്ലറ്റ്സ്. ഇത് ബേസിക്കാണ്. 3 4 5 പഠിച്ചു വെക്കുക. അറിയുമായിരുന്നെങ്കിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഡയറക്റ്റ് 5 എഴുതി പോവാം. ഒരു മാക്സിമം ഒരു 30 സെക്കൻഡിലൊക്കെ അത് ചെയ്യാവുന്നതാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 425 230 317 165. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 317 ഒഴികെ എല്ലാം നമുക്ക് 5 കൊണ്ട് ഹരിക്കാവുന്നതാണ്. വേറെ സിമിലാരിറ്റി ഒന്നും കാണുന്നില്ല. അപ്പോൾ 317 ആൻസർ വരേണ്ടതാണ്. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ സിമ്പലിനും വേറൊരു സിമ്പൽ വെച്ച് പ്രതിനിധാനം ചെയ്തിട്ട് ഇക്വേഷൻ പുനഃക്രമീകരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം സംഖ്യകൾ 75 4 2 3 6 സ്പീഡിലെടുത്ത് എഴുതണം. എന്നിട്ട് പ്ലസ് എന്നാൽ ഇൻറ്റു. പ്ലസ് എവിടെയാണ് നോക്കിയേ? 6ന് മുന്നേ പ്ലസ് എടുപ്പുണ്ട്, അവിടെ ഇൻറ്റു ഇട്ട് കൊടുത്തു. മൈനസ് എന്നാൽ ഹരണം. മൈനസ് എവിടെയാണെന്ന് പിക്ക് ചെയ്യാം. 2ന് മുന്നേ മൈനസ് ആണ്, അവിടെ ഹരണം ഇട്ട് കൊടുത്തു. ഹരണം എന്നാൽ പ്ലസ്. ഹരണം എവിടെ? 4ന് മുന്നേ ഹരണം, എന്നാൽ പ്ലസ് ആക്കി. ഇൻറ്റു എന്നാൽ മൈനസ് എവിടെയാണ്? ഇൻറ്റു എവിടെയാണ്? ഇൻറ്റു 3ന് മുന്നെയാണ്, അവിടെ മൈനസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ കിട്ടി. ആദ്യം ഹരണം ചെയ്യും. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 മൈനസ് അടുത്തത് ഗുണനം ചെയ്യണം. 3 × 6 75 പ്ലസ് ഇത് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 75 പ്ലസ് 2 മൈനസ് 18. ഇനി 75 2 77 നിന്ന് 18 പോയിട്ടുണ്ടെങ്കിൽ 69 59. ഓപ്ഷൻ ബി ആണ് ആൻസർ. സിംപ്ലിഫിക്കേഷനാണ്, സാവധാനം ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 8 14 24 38. ഏതൊരു ശ്രേണി നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് വ്യത്യാസമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. 14 24 10 ആണ്. വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 14 കിട്ടി. 4 കൂട്ടി പോവുകയല്ലേ.
അങ്ങനെയാണെങ്കിൽ 14 പകരം 18 വരണം. അതായത് 38നോട് 18 കൂട്ടിയാൽ വരുന്നതായിരിക്കണം അടുത്ത സംഖ്യ. അങ്ങനെയാണെങ്കിൽ 556 ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്ക് ശരിയാണ്. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വേറെ സ്ക്വയറോ ക്യൂബോ അങ്ങനെ പോയാൽ മതി. ഇതിപ്പോൾ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ മാർക്ക് ചെയ്ത് നേരെ പോവാം. അടുത്തത് നോക്കാം. ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ തന്നെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. എന്നാൽ ആ സംഖ്യ ഏത്? ചെയ്ത് നോക്കാം. ആ സംഖ്യ ഞാൻ n എന്ന് വിളിച്ചു. എന്നിൻ്റെ 5/8 ഭാഗം 5 × 5/8 ആ സംഖ്യയുടെ തന്നെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. ഇതിൽ നിന്ന് n കണ്ടുപിടിക്കാമല്ലോ. ഇതിലും n ഉണ്ട്, ഇതിലും n ഉണ്ട്. ഞാൻ എന്നിനെ കോമൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുറത്തോട്ട് എടുത്താൽ ബാക്കി ഇവിടെ 5/8 ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയാൽ ബാക്കി അവിടെ 2/3 ഉണ്ട്. 62. രണ്ട് ഭിന്നസംഖ്യകളുടെ അഡിഷൻ കൂട്ടാനുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. LCM മെത്തേഡും ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ ഞാൻ ചെറിയ സംഖ്യകളായതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 5 × 3 15. 2 × 8 ചെയ്തിട്ട് മുകളിൽ എഴുതുന്നു 16. അടിയിൽ 8ഉം 3ഉം തമ്മിൽ ഗുണിച്ച് 24 എന്ന് പറയുന്നത് 62ആണ്. n × 31 വരുന്നു. 16ഉം 5ഉം കൂട്ടിയാൽ അടിയിൽ 24 വരുന്നു. 62. n കണ്ടുപിടിക്കാൻ ഈ അടിയിൽ കിടക്കുന്ന 24 അങ്ങോട്ട് ഹരണം 24 അങ്ങോട്ട് കൊണ്ടുപോയാൽ 62 × 24 ആകുന്നു. ഹരണം 24 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ ഇൻറ്റു അല്ലേ, n × 31 അല്ല. അപ്പോൾ ഇൻറ്റു 31 അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹരണം, അതായത് തിരിച്ചിട്ട് ഗുണിക്കുന്നു. അപ്പുറത്തോട്ട് പോകുമ്പോൾ 24 മുകളിലോട്ടും പോയി ഹരണം ഗുണനമായി, ഗുണനം ഹരണമായി എന്ന് മാത്രം ആലോചിക്കുക. 31ൻ്റെ പട്ടികയിൽ 31 ഒരു തവണ, 62 2 തവണ. അപ്പോൾ 24 × 2 48 സംഖ്യ. ഓപ്ഷൻ സി ആണ് ആൻസർ. 5 × 7 എന്നത് 66 ആയാൽ 4 × 2 എത്ര? ഇത് എക്സാം ഹോളിലിരുന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ആലോചിച്ചെടുക്കാൻ ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കാണ്. ആദ്യം നമ്മൾ 5 × 7 35, അതുമായിട്ട് 66 എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ആലോചിക്കും. കിട്ടില്ല. അടുത്തത് 5ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ കൂട്ടി നോക്കും. 25 49, 4 ശിഷ്ടം 1 74, അതുമല്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്യൂബിലും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ സ്ക്വയർ റൂട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് 225നെ 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ 100 എന്ന് എഴുതി. ഇൻറ്റു അടുത്തത് 64ന് മുന്നേ 2 സ്ഥാനം നീക്കിയാണ് പോയിൻ്റ്. അപ്പോൾ 64/100 എന്ന് എഴുതി. 16ൽ 2 സ്ഥാനം നീക്കിയാണ്. അപ്പോൾ 16/100 എന്ന് എഴുതി. ഇവിടെ അറിയേണ്ടിയിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് 10 ആണ്. 2 0 1 0 മാറുന്നു. പിന്നെ 225 എന്ന് പറയുന്നത് 15 × 15 15ൻ്റെ സ്ക്വയർ ആണെന്നും 8 × 8 64ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയറാണ് 64 എന്നും 16 എന്ന് പറയുന്നത് 4 × 4. എന്തായാലും 30 വരെയുള്ള സ്ക്വയർ മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് സ്ക്വയർ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു നോക്കുക. ഇത് ചെയ്യുമ്പോൾ ഈ 2 15ൽ നിന്ന് ഒരു 15 പുറത്ത് വരുന്നു. സ്ക്വയർ റൂട്ട് പോയി. 100ൻ്റെ ഒരു 0 10 വരുന്നു. 64ൽ നിന്ന് ഒരു 8 പുറത്തോട്ട് വരുന്നു. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 അടിയിലാണെങ്കിൽ 4/10 എന്ന് വരുന്നു. നമുക്കിവിടെ ഡയറക്റ്റ് 10ഉം 10ഉം എല്ലാം വെട്ടിക്കളയാം. അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്ത് തന്നെ കണ്ടുപിടിക്കുന്നു. 15 × 8 120, 120/10, അതിനെ ഡിവൈഡഡ് ബൈ 4 × 4/10. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാനായിട്ട് തിരിച്ചിട്ട് ഗുണിക്കുക.
ഇവിടെ 100 അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഈ 4/10 എന്ന് പറയുന്നത് 10/4 നേരെ തിരിഞ്ഞു. എന്നിട്ട് ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 മുകളിലെ 0 വെട്ടി, ഈ 4ൻ്റെ പട്ടികയിൽ 4 ഒരു തവണ, 12 3 തവണ, ആൻസർ 3 കിട്ടുന്നു. ഈസി ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് 1 2 തവണ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പോയിൻറ്റും 100 എവിടെ ഇടണം, 10 ഇടണം, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഏത് പുറത്തോട്ട് വരും, അതെല്ലാം മനസ്സിലാവും. ചെയ്ത് നോക്കുക. അത് മാത്രമേ ഉള്ളൂ മാത്സിൽ സ്കോർ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. താങ്ക് യു.